ഉണ്ണേട്ടാ, ഞാൻ കൊറേ നേരമായിട്ട് വിളിക്കണു. ഉണ്ണേട്ട കഥക് തുറക്കാൻ. ഞാൻ ചവിട്ടി പൊളിക്കൂട്ടോ. ഉണ്ണേട്ടാ തുറക്കാൻ. എന്താ ആത്മഹത്യ ചെയ്യാൻ പോണേ? ലക്ഷോപലക്ഷം വിദ്യാർത്ഥികൾക്ക് അക്ഷരം ഓതി കൊടുക്കുന്ന ഉണ്ണി എന്ന അധ്യാപകൻ ആത്മഹത്യ ചെയ്യാൻ മാത്രം വീരുമല്ല. ഇനി ഇത്രയും നേരം കഥക് അടിച്ചിട്ട് തുറക്കുമ്പോ ഒരു കടലാസം കൊണ്ടുവന്ന ആരായാലും വിചാരിക്കും ആത്മഹത്യ ചെയ്യാൻ പോവാന്ന്. എന്ത് കടലാസം ഉണ്ട് ആത്മഹത്യാക്കുറിപ്പ്? നീ എന്റെ വീട് നീ പേരുന്ന്. പിന്നെ ഇതെന്താ? ഇലക്ഷൻ ഡ്യൂട്ടി എങ്ങനെ എനിക്ക് ഒഴിവാക്കണം, അതിന്റെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആക്കി ഞാൻ. കൊള്ളാം. ഇപ്പൊ എന്തോന്നി ഇങ്ങനെ? അല്ലെങ്കിൽ ഇലക്ഷൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തുള്ളിച്ചാടി പോണല്ലോ. ആ, അത് അന്നേരം ഈ കോവിഡ് വാക്സിൻ ഉണ്ടായിട്ടാ. ഇപ്പൊ കോവിഡ് വാക്സിൻ എടുക്കാണ്ട് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകാൻ പറ്റില്ല. ഉണ്ണേട്ടാ, അത് നല്ലതല്ലേ വാക്സിൻ എടുക്കണത്? എനിക്ക് പറയാ നല്ലതെന്ന്. അത് നല്ലതല്ല എന്റെ ഉണ്ണേട്ടാ. ഇവിടെ ഓരോരുത്തർക്ക് വാക്സിൻ കിട്ടാഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ലക്കല്ലേ, വാക്സിൻ ആദ്യം കിട്ടുമല്ലേ? ഈ ഫോണിലൊന്നും കാണുന്നില്ല, വാട്സപ്പിൽ കാണുന്നില്ല, എന്തെല്ലാം വിഷയ. ഉണ്ണേട്ടൻ നിങ്ങളുടെ കൂടെ എത്ര സാറന്മാർ എടുക്കുന്നുണ്ട് വാക്സിൻ? എന്റെ കൂടെയുള്ളവർ എടുത്തിട്ടുണ്ട്. ആ, അത് റിട്ടയർഡ് ആവാനായി. അവർക്ക് പ്രശ്നമില്ല. എനിക്ക് ഇനി 10-15 കൊല്ലം സർവീസ് ഉണ്ട്. മരിച്ചു പോയാ പോയി. ഉണ്ണേട്ട ചുമ്മാ കളിച്ചിരിക്കാതെ പോയി വാക്സിൻ എടുത്തോ. പോയി റെഡിയാവ്. സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട ചെന്നെ. നിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഞാൻ വാക്സിൻ എടുത്തോളാം. മരിക്കുന്നത് മരിക്കട്ടെ. നീയും വരണം എന്റെ പരം. ഞാൻ വരൂല. വാക്സിൻ എടുത്താ മതി. വരണം. ഇങ്ങനെ ഒരു മനുഷ്യൻ. അതെ, എനിക്ക് കുറച്ച് പൈസ വേണം. എനിക്ക് കുറച്ച് പൈസ വേണോന്ന്. പൈസ ഇന്നലെ ഒരു 50 ഉറുപ്പ്യ തന്നിട്ടേ. അതെന്താക്കിനി? 50 രൂപക്കല്ലേ മീൻ മേടിച്ച്. 50 ഉറുപ്പ്യന്റെ മീൻ മേടിച്ച് കൂട്ടിയ നീ? ഇത്ര മീൻ മേടിച്ചതിനാണോ ഇത്ര വലിയ ഭാവം? എന്ത് എനക്കൊന്നും കിട്ടിയില്ല. ഞാൻ ചോദിച്ചിട്ട് പോയില്ലോ. ഉണ്ണേട്ടാ, എനിക്ക് ദേഷ്യം വരും കേട്ടോ. നിങ്ങൾ ഈ പിശുക്കി എന്തുണ്ടാക്കാൻ പോവാ? സൂപ്പർ മാർക്കറ്റിൽ പോണോ? എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകാൻ വേണ്ടിട്ട്. വീട്ടിൽ സാധനം ഇടില്ലേ? പിന്നെ ഇല്ല, പച്ചക്കറിയും കുറച്ച് സാധനമൊക്കെ മേടിക്കാണ്ട് ഒരു 3000 രൂപ തന്നെ. 3000 ഉറുപ്പ്യ? 3000 രൂപയോ? ഈടോ, നീ ആ സൂപ്പർ മാർക്കറ്റ് മൊത്തം വിലക്ക് മേടിക്കാനാ പോന്ന്? ഉണ്ണീട്ട് നിങ്ങൾ എന്തിനിങ്ങനെ പിശുക്കണേ? ആ ATM കാർഡ് ഇങ്ങോട്ട് വന്നേ. ആ, ഞാൻ തരാം. എനിക്ക് അതിന്റെ നമ്പർ അറിയോ? നമ്പർ അറിയില്ല. നമ്പർ അറിയില്ല, ATM കാർഡ് വേണം. നീ പേരുന്ന് നന്നായി. നമ്പർ അറിയാത്ത അത് മേടിക്കണ്ടല്ലോ. എനിക്ക് പൈസ തരാൻ. നീ റെഡിയായ നമുക്ക് പോണം. നമുക്കല്ല, ഒറ്റയ്ക്ക് അങ്ങ് പോയാൽ മതി. നേരൊരുപാടായി കാത്തു നിൽക്കണത്. ഒരുപാട് സമയം. ആരുമില്ല ഇവിടെ. ആരും കാണുന്നില്ല. കാലു വെച്ചിട്ട് പോയതാണ്. ആരോട് ചോദിക്കാതെ നിങ്ങളൊക്കെ വാക്സിൻ എടുക്കാൻ വന്നോരാ? അതെ. ഇതിനകത്ത് മാഷന്മാരാരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് അകത്തേക്ക് വരും കേട്ടോ. ആദ്യം അധ്യാപകന്മാർക്ക് ഇഞ്ചക്ഷൻ എടുക്കൊണ്ടു? അല്ല, എല്ലാവർക്കും എടുക്കൂ. പിന്നെ അങ്ങനെ പറയുന്നത്? അല്ല, ഈ അധ്യാപകർക്ക് അവർക്കൊരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് ഇവിടെ. ആ ക്ലാസ് കഴിഞ്ഞിട്ട് അവർക്കൊക്കെ വാക്സിൻ എടുക്കണേ. പിന്നെ അവർക്ക് ഈ ഇലക്ഷൻ ഡ്യൂട്ടിക്കൊക്കെ പോകണ്ടല്ലേ. കാലു വെച്ചിട്ടാണ് ഈ നിൽക്കണത്. കാര്യം എന്താ? അല്ല, വിളിക്കൂ, എല്ലാരും വിളിക്കൂ. അധ്യാപകന്മാരുണ്ടെങ്കിലും ഒന്ന് അകത്തേക്ക് വരാം. വേണ്ടാന്ന്. അത് വേണ്ടാന്ന്. ഇവിടെ നേരെ ഒരുപാടായി ഒന്നുകൂടെ സമയം. ശരി, ഇയാളെല്ലാം മുന്നിൽ നിൽക്കണം. ഇയാൾ കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ വരിക അല്ലേ? നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? എന്താ നിങ്ങളെ പേര്? രാഘവൻ. നിങ്ങളെ പേരെന്താ? എന്റെ പേരെന്താ? നിങ്ങളെ പേര് എന്നോട് എന്നോട് പേരെന്താ നിങ്ങളെ? അതാണ് ഞാൻ ചോദിച്ചത്. പേരെന്താന്ന്? എന്തുങ്ങായി? അത് ശരി, പേരും നാളൊന്നും അറിയാണ്ട് അങ്ങോട്ട് പോന്നത്? പേരാണ് ചോദിച്ചത്. അത് സുഷ്മേഷ് കുമാർ. എന്നിട്ട് പറഞ്ഞപ്പോ എത്ര നേരായത്? എത്ര വയസ്സായി നിങ്ങൾക്ക്? വയസ്സ് എത്രയും നിങ്ങൾ വയസ്സെങ്ങനെ ഞാൻ പറയലേ? എന്റെ വയസ്സിന് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. അതെങ്ങനെ ഞാൻ പറയലേ? അതെങ്ങനെയാണ് ഞാൻ പറയണതെന്ന്? നിങ്ങൾ എന്ത് വർത്താനാണ് കളവായി പറയണത്? അല്ല, നിങ്ങളെന്ത് വർത്താനം? നിങ്ങളെ പ്രായമാണ് ചോദിക്കണത്. എന്റെ പ്രായം ഞാൻ ചോദിക്കണേ എത്ര വയസ്സായിരുന്നു? ഇത് വല്ലാത്ത കടങ്ങോറായില്ലെന്ന്. ഞാൻ നിങ്ങളോട് പൈസയിലല്ലേ ചോദിച്ചത്, വയസ്സല്ലേ ചോദിച്ചത്. അത് നിങ്ങളെ വയസ്സെങ്ങനെ ഞാൻ പറയലെന്നേ? നിങ്ങളെ കണ്ടാല് ഇപ്പൊ ഒരു 70 വയസ്സ് തോന്നിക്കും. അത് ശരിയാ, തോന്നിക്കോലോ. അപ്പൊ എന്നെ കണ്ടാൽ എത്ര വയസ്സ് തോന്നിക്കും? നിങ്ങളെ കണ്ട ഒരു 80 വയസ്സ് തോന്നിക്കോലോ. എഴുതിക്കോ. ഇതെന്തത് കൊട്ടക്കണക്കോ? 80 വയസ്സ് എഴുതിക്കോ. അല്ല, നിങ്ങളെ പ്രായം മൂപ്പരാ തീരുമാനിക്കല്? നമ്മളൊക്കെ ഒരു പ്രായക്കാരല്ല, അതുകൊണ്ടാണ് എന്റെ പ്രായം. അല്ല, നിങ്ങൾക്ക് ഇതിന് വല്ല തെളിവുണ്ടോ? രേഖ ഉണ്ടോ? ഏത്? നിങ്ങളെ വയസ്സ് തെളിയിക്കാനുള്ള വല്ല രേഖയും കയ്യിലുണ്ടോ? എന്നെ പ്രസവിച്ച കാലത്ത് ഈ തെളിയിക്കുന്ന സാമാനം ഇല്ല. ശരി, നിങ്ങൾ ഇങ്ങോട്ട് നീങ്ങിക്ക്. ഇങ്ങോട്ട് നീങ്ങിന്നോളി. നീങ്ങി നിൽക്കുക. അയാളടുത്തേക്ക് നിൽക്കി. നിങ്ങളെന്താ വന്നേ? കോട്ടയത്തേക്കുള്ള ബസ് കാത്ത് നിൽക്കുക. കോട്ടയത്തേക്കുള്ള ബസ്സാ? അപ്പൊ ഇത് ബസ് സ്റ്റാൻഡാണാ? ഞാൻ ആശുപത്രി വന്ന് അടിച്ചു വന്നാണ്. ഞാൻ പോവുകയാണ്.
അതെ, കോട്ടയത്തേക്കുള്ള ബസ് കത്തിക്ക എവിടെ? ഈ ആശുപത്രിയിലോ? എന്താ നിങ്ങളെ പേരെന്താ? പേരന്വേഷിച്ചുള്ള യാത്രയിലാണ്. ആ, ഇത് ഇവിടെ എടുക്കൂല. ഇത് ഇവിടെ വാക്സിൻ കുത്തിവെക്കണ സ്ഥലമാണ്. ഇത് വേറെ സ്ഥലത്താണ് കാണിക്കേണ്ടത്. ഈ ഗേറ്റ് കടന്നിട്ടേ അപ്പുറത്ത് വടക്കേ മൂലയിൽ അവിടെ ഒരു പങ്കജാശൻ ഡോക്ടർ ഉണ്ട്. അവിടെ പോയി കാണിച്ചാൽ മതി കേട്ടോ. കൂടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരെങ്കിലും കിട്ടുമോ? കൂടിയോ? എന്താണ് വരുന്ന കേസൊക്കെ? ഒന്ന് മാറി കേൾക്കും. അങ്ങോട്ട് വരട്ടെ. എന്ത് ബസ്? അത് ശരി, ബസ് വന്നിട്ടേ പോവുള്ളൂ അല്ലേ? എന്നാ മുന്നോട്ട് കയറുന്നോളി. മുന്നോട്ട്. സർവീസിൽ കയറിയാലും തള്ളി ഇത് തന്നെ. അത് ശരി. എന്താ നിങ്ങളെ പേരെന്താ? ഉണ്ണി. ആ, അധ്യാപകനാണ്. ഇത്ര നേരം ഞാൻ വിളിച്ചു കൂടണം. അധ്യാപകരോട് അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞില്ലേ? സാറേ ഒരു കാര്യം പറയാൻ. അത് ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ കോവിഡ് വാക്സിൻ എടുക്കണമെന്ന് ഓർഡറും വന്നു. വാക്സിൻ എടുക്കാൻ പറ്റില്ല സാറേ. എങ്ങനെയെങ്കിലും എടുത്തു എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് ആക്കി തരാൻ പറ്റുമോ? ശരി, ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോവുകയും വേണോ, സർട്ടിഫിക്കറ്റ് ഇവിടുന്ന് എഴുതി തരും വേണോ അല്ലേ? നിങ്ങൾ വാക്സിൻ എടുത്തിട്ട് പോയാൽ മതി. ഇവിടെ വരി. സാറേ 1500 തരാം പൈസ. എന്ത് കൈക്കൂലി തരാൻ പോവും എനിക്കോ? ഇങ്ങോട്ട് വരി. ഇവിടെ എത്ര അധ്യാപകർ വന്നിട്ട് വാക്സിൻ എടുത്ത് കയറി അങ്ങോട്ട്. ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? എന്താ പേര്? രാഘവൻ. രാഘവൻ. നല്ല പേര്. ആ പേര് ഞാൻ ഇങ്ങ് എടുക്കുക. ഹലോ, ഐ ആം രാഘവൻ. 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 എന്താ സാറേ കൈ പറിക്കണേ? എന്താ വേണ്ട സാറേ, കൈ വറക്കുന്നത്? അതെ, അന്നത്തെ ഞരമ്പിന്റെ പ്രശ്നമല്ലേ, ആ പ്രശ്നമുണ്ട്. ഒന്ന് പിടിക്കുന്നത്. അതെ, നിങ്ങളെന്നല്ല കല്യാണി പോയിനാ? ഏത് കല്യാണി? കല്യാണി ബാറിലൊന്നുള്ള പോയില്ല നിങ്ങൾ? അവിടെ ഇപ്പൊ തല്ലുണ്ടാക്കിയില്ല നിങ്ങൾ? അതെന്താ അറിയാവോ, നമ്മൾ കഴിച്ചോണ്ടിരിക്കുന്ന സാധനം തീർന്നു, അതില്ല, വേറെ സാധനം തരാം. മോശാട്ടോ സാറേ, ഈ പ്രൊഫഷനിൽ നിന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന വളരെ മോശം. അതെ, ഒരു ഡോക്ടറായെന്ന് പറഞ്ഞ് 2 കഴിച്ചുവിടാനൊന്നുമില്ല. 2 കഴിക്കുക, ഇത് കഴിച്ച അടി ഉണ്ടാക്കലല്ല. ഞാൻ ഗീതാ മരത്തിനെടുത്ത് ഞാൻ പറയും. ഇത് ഞാൻ കാര്യം പറയാം, എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടരുത് കേട്ടല്ലോ. ഇതൊന്നും ഞാൻ ചെയ്യേണ്ട പണിയല്ല, അറിയാം നിങ്ങൾക്ക്? ഇത് അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ എല്ലാവർക്കും എടുക്കുന്നത്. അങ്ങോട്ട് നോക്കിക്കോ, അങ്ങോട്ട് നോക്കിയാൽ മതി. എന്താടാ അങ്ങോട്ട് നോക്കിയാൽ മതി. ഇതിപ്പോ കയ്യോ ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയുള്ള മാഷേ. ഒരുപാട് ആൾക്കാർ കുട്ടികളെ കളി കളിക്കല്ലേ നിങ്ങള്? അത്രേ ഉള്ളൂ. കഴിഞ്ഞില്ലേ? പിടിച്ചോ, അത് മുറുക്കി പിടിച്ചോളെ. എവിടെയെങ്കിലും പിടിച്ചോ. ഓക്കെ അല്ലേ? മൊത്തം കറങ്ങുന്നു. അതിനത് കുത്തിയ മരുന്ന് ഈ കയ്യിൽ നിന്ന് താഴോട്ട് ഇറങ്ങണ്ടേ? ഇറങ്ങിട്ടല്ലടാ കറങ്ങാൻ. എവിടെ ഇറങ്ങി? മൊത്തം പോന്നിട്ട്. പേടി ഒഴിവാക്കി സുഹൃത്തെ, പേടിക്കൽ. നിങ്ങളൊരു അധ്യാപകനല്ലേ നിങ്ങള്? ഞാൻ മരിച്ചു പോവുക സാറേ. എന്ത് മരിച്ചു പോവുക? എന്തിന്? ഈ വാക്സിൻ എടുത്തിട്ട് ഇതുവരെ ആരും മരിച്ചിട്ടില്ല, ഇനി അങ്ങോട്ട് ആരും മരിക്കില്ല. എന്ത് ശ്വാസം മുട്ടും സാർ. എണീക്കാൻ പറ്റില്ല, കയ്യൊന്നും ഇറങ്ങുന്നില്ല സാറേ. പക്ഷെ എങ്ങനെ സൂചിയിലിരിക്കല്ലേ? സൂചി ഇപ്പൊ എണീറ്റില്ലേ? ഇപ്പൊ എണീക്കാൻ പറ്റില്ലേ? ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ കേട്ടോ. ആവശ്യമില്ലാതെ മനസ്സിന് വേണ്ടാത്ത ചിന്തകളൊന്നും കൊടുക്കണ്ട കേട്ടോ. മര്യാദക്ക് ഇന്നലെയും കൂടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു വാട്സാപ്പിൽ, ഒരാൾ മരിച്ചു പോയി. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഫോണങ്ങ് ഓഫ് ചെയ്ത് വെക്കും കുറച്ച് ദിവസത്തേക്ക്. ഈ വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും നിങ്ങൾ നോക്കണ്ട, അതൊക്കെ നമ്മളെ പറ്റിക്കണ കാര്യങ്ങളാ. ഇതിന് യാതൊരു കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ ഡോക്ടറാണ്, ഞാൻ പറയണതിൽ വിശ്വസിക്കാൻ പറ്റുമോ? പറ്റൂലേ സാറേ? സാറേ കറങ്ങുന്നുണ്ട് സാറേ. എടോ മൊയ്തു, അയാളെ കൊണ്ട് ഒബ്സർവേഷനിൽ ഇരുത്തു. നമുക്ക് ഒബ്സർവേഷൻ ഇരിക്കുക കേട്ടോ. ഒബ്സർവേഷനിൽ ഇരിക്കുക. ഒന്ന് താങ്ങിക്കൊണ്ടോ സാർ അങ്ങോട്ട്? താങ്ങ്? എന്തിനത് താങ്ങണേ? വാക്സിൻ എടുത്തതിന്റെ പേരില് സാറേ കുട്ടികളി കളിക്കുക. നടന്നോടി. ശരി, നടന്നോടി. ഒരു കുഴപ്പമില്ല ഞങ്ങൾക്ക്. ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനത്തെ ഒരു കേസ് വരുന്നത്. ഇവരൊക്കെ ഇനി എങ്ങനെ ഇനി അടുത്ത ഡോസ് എടുക്കുവോ? ചേട്ടാ സ്ഥലത്ത് ചേട്ടാ പോവല്ലേ? ഹലോ
പൈസ ഒന്നില്ല. പൈസ എവിടെ? പൈസ 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 50 രൂപ. 50 ഉറുപ്പ്യ 50 രൂപ. ആടുന്ന് എടുത്തേക്കോ? 50 രൂപയാണ് കാശിന്റെ എല്ലാ വില കൂടി. നീ കോവിഡ് വാക്സിൻ വെച്ചോ? ഇല്ല. ഇല്ലല്ല, എത്രയും മേടിക്കാൻ എനിക്ക്. പണ്ടോ 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 ആ ഇതെന്താ ഇവിടെ കിടക്കണേ? എന്തൊക്കെ കിടക്കണേന്ന്? ഞാൻ കമ്പിളി പുതപ്പ് ഇങ്ങോട്ട് എടുത്തേ. കമ്പിളിപ്പുതപ്പ്? നിങ്ങൾ വാക്സിൻ എടുത്തില്ലേ? വാക്സിൻ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നത്, അതുകൊണ്ടാണ് കമ്പിളി പുതപ്പ് വെച്ച് തണുത്ത് വിറക്കുന്നു മൊത്തം. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം, ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, യൂട്യൂബിൽ മരമായും ഫുള്ളായിട്ട് കാണാനുള്ള ഒരു അവസരം ഇല്ലല്ലോ, എങ്ങനെയാണ് നിയാസെ അത് ഒന്ന് ഫുള്ളായിട്ട് കാണാനുള്ളത് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. ഇനി മുതൽ മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മരമായം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ എപ്പിസോഡുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പം ഇനി ഇങ്ങനെ ഒരു സംശയം വേണ്ട, മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ.